നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കാർക്കും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോകുവാണെങ്കിൽ മിനിമം നമ്മുടെ കൂടെ ഒരാളെങ്കിലും കാണുമെന്നാണ് പറയുന്നത്. നരകത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും കാണും കൂടെ എന്നാണ് പറയുന്നത്. കാരണം തിന്മ വളരെ പെട്ടെന്ന് പടരും. തിന്മ നന്മയെക്കാളും സ്പീഡിൽ വളരുന്നതാണ് തിന്മ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ള ഒരു രക്ഷ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലില്ല. നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടാണ്. അതുകൊണ്ടാണ് നടപടി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വസിച്ചവരെല്ലാം ഒരു ഒറ്റ സമൂഹമായി മാറി. പരിശുദ്ധാത്മാവ് പന്തക്കോസ്താ തിരുനാളിൽ വന്ന് ആദ്യം സംഭവിക്കുന്നത് ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു. കുറെ വ്യക്തികളെ ഈശോ സ്വാധീനിച്ചെന്നല്ല പറയുന്നത്, ഒറ്റ സമൂഹമായി അവർ മാറുകയാണ്. ഇതാണ് സഭയുടെ അടിസ്ഥാന ഭാവം. നമ്മൾ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടവരോ ഒറ്റയ്ക്ക് വളരേണ്ടവരോ അല്ല, മറിച്ച് ഒറ്റ സമൂഹമായി മാറേണ്ടവരാണ്.